ഉസ്താദുമാരോടൊരു അഭ്യർത്ഥനയുണ്ട്. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലഘട്ടം CE 570 മുതൽ 632 CE വരെയാണ്. ചേരമാൻ പെരുമാളുമാരുടെ കാലഘട്ടം 844 മുതൽ 1124 CE ആണ്. കുറഞ്ഞത് ഒരു നൂറ്റാണ്ടിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ട് നബിയും പെരുമാളുമാരും തമ്മിൽ. അതുകൊണ്ട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ വിദ്യാർത്ഥികളെ പറ്റിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും മക്കയിൽ പോയി ഇസ്ലാം സ്വീകരിച്ച ചേരമാൻ പെരുമാളിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഈ ചരിത്രം കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് AI ജനറേറ്റഡ് വീഡിയോയിലൂടെ ചിലർ ശ്രമിക്കുന്നത്. ഉസ്താദുമാർ വിദ്യാർത്ഥികളെ കള്ളം പറഞ്ഞ് പറ്റിക്കരുതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്ന ഒരു ഉസ്താദിനെ നമുക്കൊന്ന് കണ്ടാലോ? So Islam came to us as news, not through a sword, but as news from people who had been traveling, who were familiar to us, who were part of us in many ways for millennia. And they came to us, people we're familiar with, were trading with us, living with us, and they said, hey, you know what's happening in our peninsula? We have a prophet, and this is what he's saying. So much so that a local Hindu king, Cheruman Perumal, was so excited to hear about this prophet that he organized a flotilla of 22 or 23 ships to go to the Arabian Peninsula so he could meet the prophet. Most of those ships didn't make it. They got stranded in what we today know as Lakshadweep or the Maldives. But he made it. And what is fascinating is that you can see the evidence of his journey even today. In Oman, south of Salalah, there are Kerala coconut trees growing from coconuts he took with him, which are not native to the Arabian. എന്താണ് ഈ വീഡിയോയിലൂടെ ഡോക്ടർ ശശി തരൂർ പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഇസ്ലാം പ്രചരിച്ചത് വാളിലൂടെയല്ല. കേരളത്തിലേക്ക് കച്ചവടത്തിനും മറ്റും എത്തിയിരുന്ന അറബ് വ്യാപാരികളിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളിലൂടെയാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാം പ്രചരിച്ചത്. ഒരു ലോക്കൽ ഹിന്ദു കിങ് ചേരമാൻ പെരുമാൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിയുകയും അറേബ്യയിലേക്ക് പോയ ചരിത്രവുമൊക്കെ ഡോക്ടർ ശശി തരൂർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചേരമാൻ പെരുമാളിൻ്റെ യാത്രയുടെ തെളിവുകൾ ഇന്നും നമുക്ക് ഒമാനിലെ സലാലയിൽ കാണാം. അദ്ദേഹം കൂടെ കൊണ്ടുപോയ തേങ്ങകളിൽ നിന്ന് വളർന്ന കേരളത്തിലെ തെങ്ങുകൾ ഇന്നും അവിടെയുണ്ട്. അറേബ്യൻ ഉപദ്വീപുകളിൽ സ്വാഭാവികമായി വളരുന്ന തെങ്ങുകളല്ല അവയെന്നും ഡോക്ടർ ശശി തരൂർ പറയുന്നുണ്ട്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ 192 പേജിലും നമുക്ക് ഈ ചരിത്രം കാണാവുന്നതാണ്. കേരളോൽപ്പത്തിയിൽ 64 പേജിൽ ചേരമാൻ പെരുമാൾ കേരളത്തെ വിഭാഗിച്ചു കൊടുത്തത് എന്ന തലക്കെട്ടിൽ വളരെ വിശദമായി ഈ ചരിത്രം വിവരിക്കുന്നുണ്ട്. കേരളോൽപ്പത്തിയുടെ 73 പേജിൽ നമുക്ക് ഇപ്രകാരം കാണാം. അപ്പോൾ മുഹമ്മദ് നബി വിജിദ്ദ എന്ന നാട്ടിൽ പാർത്തു വരുന്നു. വിജിദ്ദ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജിദ്ദ എന്ന സ്ഥലത്തിൻ്റെ പഴയ മലയാള രൂപമാണെന്ന് പല ഗവേഷകരും വ്യാഖ്യാനിക്കുന്നു. അവിടെ ചെന്നു തങ്ങളിൽ കണ്ടു മാർഗം സ്വീകരിച്ചു താജുദ്ദീൻ എന്ന പേരുമായി. ചേരമാൻ പെരുമാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കേരളോൽപ്പത്തിയിൽ പറയുന്നത്. 64 പേജിൽ തുടങ്ങിയ ചരിത്രം 75 പേജിൽ അവസാനിക്കുന്നത് ഇപ്രകാരമാണ്. പെരുമാളുമായി കാണുമ്പോൾ നബിക്ക് 57 വയസ്സാകുന്നു. ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ CE 628 ഈ സംഭവം നടന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. പ്രമുഖ സാഹിത്യകാരനും ചരിത്രകാരനുമായ കേസരി ബാലകൃഷ്ണപിള്ള ചേരമാൻ പെരുമാൾ മക്കത്ത് പോയ സംഭവം കെട്ടുകഥയല്ല എന്നും നടന്ന സംഭവമാണെന്നും സമർത്ഥിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് മക്കത്ത് പോയ ചേരമാൻ പെരുമാൾ. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ആർക്കും ഈ ഒരു ലേഖനം ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഈ ലേഖനത്തിൽ കേരളോൽപ്പത്തി, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ചിലപ്പതികാരം, പതിറ്റിപ്പുത്ത്, മൂഷിക വംശകാവ്യം, കേരള മാഹാത്മ്യം തുടങ്ങിയ കൃതികളെ അവലംബിച്ചുകൊണ്ട് ചേരമാൻ പെരുമാളിൻ്റെ മക്ക യാത്ര കേവലം ഐതിഹ്യമല്ലെന്നും അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണെന്നും കേസരി ബാലകൃഷ്ണപിള്ള സമർത്ഥിക്കുന്നുണ്ട്. ചേരമാൻ പെരുമാൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച കേസരി ബാലകൃഷ്ണപിള്ള വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളും പാരമ്പര്യ രേഖകളും പരിശോധിച്ചുകൊണ്ടൊരു നിഗമനത്തിലെത്തുന്നുണ്ട്. ചേര രാജാക്കന്മാരുടെ കാലക്രമം വിശകലനം ചെയ്യുകയും മക്കത്ത് പോയ ചേരമാൻ പെരുമാൾ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഭരണകാല പട്ടികയാണിത്.
മുകളിൽ ചേർത്തിട്ടുള്ള പട്ടികയിൽ നിന്നും മക്കത്ത് പോയ ചേരമാൻ പെരുമാളായ പലിയാനൈച്ചൽ കെഴുകുട്ടുവൻ കേരളോൽപ്പത്തിയിലെ ചെങ്ങൽപ്പാണ്ടി പെരുമാളും മൂഷിക വംശകാവ്യത്തിലെ പാലകൻ ഒന്നാമനും ആണെന്ന് കാണാവുന്നതാണ്. വ്യത്യസ്ത കൃതികളിൽ വ്യത്യസ്ത പേരുകളിൽ പരാമർശിക്കപ്പെട്ട ഈ ഭരണാധികാരി യഥാർത്ഥത്തിൽ ഒരാൾ തന്നെയാണെന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നത്. പലിയാനൈച്ചൽ കെഴുകുട്ടുവൻ, ചെങ്ങൽപ്പാണ്ടി പെരുമാൾ, പാലകൻ ഒന്നാമൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രാജാവാണ് മക്കയിലേക്ക് പോയ ചേരമാൻ പെരുമാളെന്ന് കേസരി ബാലകൃഷ്ണപിള്ള സമർത്ഥിക്കുന്നു. ചേരപ്പെരുമാക്കന്മാരുടെ ഭരണകാലഘട്ടം CE 844 മുതൽ CE 1124 വരെയാണെന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്ര പഠനത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ ഒരു വിഷയത്തെ വിലയിരുത്തുമ്പോൾ സ്വന്തം വാദത്തിന് അനുകൂലമായ തെളിവുകൾ മാത്രം സ്വീകരിക്കുകയും വിരുദ്ധമായ സ്രോതസ്സുകളും പാരമ്പര്യങ്ങളും പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യുന്നത് വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിന് യോജിച്ചതല്ല. അതിനാൽ ചേരമാൻ പെരുമാളിൻ്റെ മക്ക യാത്ര കേവലം ഒരു ഐതിഹ്യമല്ലെന്നും അതൊരു നടന്ന സംഭവമാണെന്നുമാണ് ലഭ്യമായ ചരിത്രപരവും പാരമ്പര്യവുമായ രേഖകളും തെളിവുകളും നമ്മോട് പറയുന്നത്.